Tides, the art of innovative treatments, welcomes. കരുതലോടെ ജീവിച്ചാൽ സുഖമായി ദീർഘകാലത്തേക്ക് ജീവിക്കാം എന്ന സന്ദേശത്തിലേക്ക് മുന്നേറുകയാണ് ഇന്നത്തെ പുതിയ ചികിത്സാ രംഗം. വേണ്ട സമയത്ത് തക്കതായ ചികിത്സ. ടൈഡ്സ്, ദി ആർട്ട് ഓഫ് ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ്സ്. ശരിയായ സമയത്ത് അനുയോജ്യമായ ചികിത്സ. തക്കതായ സമയത്ത് ചികിത്സ ലഭിച്ചാൽ ഫലം കൂടും എന്നാണ് വിദഗ്ധ അഭിപ്രായം. ജീവിതകാലം മുഴുവൻ അത് ഉപകാരപ്പെടും. അത്തരം ഒരു ചികിത്സാ രീതിയുമായിട്ടാണ് ടൈഡ്സ് ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നത്. കാൽമുട്ടുകൾക്ക് നീ റീപ്ലേസ്മെന്റ്. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഒട്ടും തളരാതെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നവർക്ക് അവരുടെ ശക്തമായ കാൽമുട്ട് തേയ്മാനം വന്ന് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വന്ന് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ തകരുന്നു. ഇങ്ങനെ തകരാറിലായ കാൽമുട്ടുകളുടെ പ്രവർത്തനം വീണ്ടെടുക്കാനാണ് നീ റീപ്ലേസ്മെൻറ്റ് പോലുള്ള ചികിത്സാമാർഗം അവലംബിക്കേണ്ടതായി വരുന്നത്. 1968 ആദ്യമായി ഈ ശസ്ത്രക്രിയ നടന്നത്. അതിനുശേഷം ദിസ് ഹോൾ സബ്ജക്റ്റ് ഓഫ് ഓർത്തോപീഡിക്സിനെ റെവല്യൂഷനൈസ് ചെയ്ത, വിപ്ലവകരമായ രീതിയിൽ സബ്ജക്റ്റ് ഓഫ് ഓർത്തോപീഡിക്സിനെ ബാധിച്ച ഒരു സർജിക്കൽ ഓപ്ഷൻ തന്നെയാണ് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്. കാൽമുട്ട് മാറ്റിവെക്കൽ ചികിത്സ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് പ്രായമായവരിലും മുതിർന്നവരിലുമാണ്. ഇന്ന് ഈ ചികിത്സ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത് അന്തർദേശീയ പ്രതിഭയും ഓർത്തോ വിദഗ്ധനുമായ ഡോക്ടർ മുഹമ്മദ് ഹാസിൽ. ആർത്രൈറ്റിസ് എന്ന് നമ്മളും നമ്മുടെ രോഗികളെല്ലാവരും വളരെ സാധാരണയായി പ്രയോഗിച്ചു വരുന്ന ഈ വാക്കിനർത്ഥം തേയ്മാനം എന്നത് മാത്രമാണ്. തേയ്മാനത്തിന് പലതരം കാരണങ്ങൾ: വയസ്സ്, അമിതവണ്ണം, ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ്, ട്രോമ, ഇഞ്ചുറി, ഓവർ യൂസ്. നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളെ തളർത്തിക്കളയുന്ന രോഗാവസ്ഥയാണ് കാൽമുട്ടിൻ്റെ തകർച്ച. എന്നാൽ ഇത് വളരെ സംയനത്തോടെ കരുതലോടെ ചികിത്സിച്ചാൽ വളരെ സുഗമമായ ജീവിതം പ്രദാനം ചെയ്യാൻ കഴിയും എന്നതാണ് ഈ ചികിത്സാ മാർഗത്തിൻ്റെ പ്രത്യേകത. തേയ്മാനം ബാധിക്കുന്നത് എല്ലിനെയാണോ, യഥാർത്ഥത്തിൽ എല്ലിന് പുറത്തുള്ള കാർട്ടിലേജ് എന്ന ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, ഈ കാർട്ടിലേജ് എന്ന ഈ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, അതിനെയാണ് യഥാർത്ഥത്തിൽ തേയ്മാനം ബാധിക്കുന്നത്. സാധാരണയായി നമ്മുടെ കാൽമുട്ടിന് തുടയെല്ലിൻ്റെ അറ്റത്തും കാലിൻ്റെ എല്ലിൻ്റെ തുടക്കത്തിലും കാണപ്പെടുന്ന ഈ കാർട്ടിലേജിന് 2 to 4 മില്ലിമീറ്റർ, 2 തൊട്ട് 4 മില്ലിമീറ്റർ വരെ തിക്നെസ് ഉണ്ട്. പൂർണ്ണമായും വളർച്ചയെത്തിയ കാൽമുട്ടുകളിലെ സന്ധികളിൽ 2 എല്ലുകൾക്കിടയിൽ ഉരസൽ ഉണ്ടാവാതെ അവയെ ചേർത്ത് നിർത്തുന്ന പരമപ്രധാനമായ ഭാഗമാണ് കാർട്ടിലേജ്. ഇവയ്ക്ക് ഒരിക്കൽ തേയ്മാനമോ ക്ഷതമോ സംഭവിച്ചാൽ അവ പിന്നീട് ശരീരം പുനർനിർമ്മിക്കുന്നില്ല. മോശമായ ജീവിത സാഹചര്യം, കാൽമുട്ടുകളെ സമ്മർദ്ദത്തിലാക്കുന്ന ജോലി സാഹചര്യം, ആർത്രൈറ്റിസ് പോലുള്ള സന്ധിവാതങ്ങൾ എന്നിവയാണ് എല്ലു തേയ്മാനം വരാൻ കാരണമെന്ന് വൈദ്യശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു. ആർത്രൈറ്റിസിനെ തന്നെ നമുക്ക് 3ആയി തരംതിരിക്കാം. സാധാരണ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പ്രായാധിക്യം കൊണ്ടോ ചെറിയ റിപ്പിറ്റേറ്റീവ് ഓവർ യൂസ് കൊണ്ടോ വരാവുന്ന തേയ്മാനം. ഇതിനെ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്, ഏറ്റവും കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് സന്ധിവാതം അല്ലെങ്കിൽ രക്തവാതം എന്നിങ്ങനെ പല വാതരോഗ സംബന്ധമായി കാണപ്പെടുന്ന സന്ധികളെ ബാധിക്കുന്ന അസുഖങ്ങൾ. ഇതിനാൽ വരുന്നതാണ് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, SLE എന്നിങ്ങനെ വാതരോഗ സംബന്ധമായ അസുഖങ്ങളിലൂടെ കാൽമുട്ടിന് സംഭവിക്കുന്ന ഡാമേജ്, അതാണ് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. സെക്കൻഡറി ടു റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഓർ SLE, അങ്ങനെ മറ്റു പല കണ്ടീഷൻസ്. മൂന്നാമതൊരു വിഭാഗം പോസ്റ്റ് ട്രോമാറ്റിക് ആർത്രൈറ്റിസ്.
അതായത് മെനിസ്കൽ ടയർ, ലിഗമെന്റ് ഇഞ്ചുറി അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ്. ഈ ഫ്രാക്ചേഴ്സ് കൊണ്ടൊക്കെ നമ്മുടെ ബയോമെക്കാനിക്സിൽ വരുന്ന മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ കാരണം മുട്ടിന് സംഭവിക്കുന്ന ഡാമേജുകളെ പോസ്റ്റ് ട്രോമാറ്റിക് ആർത്രൈറ്റിസ് എന്നിങ്ങനെ. സോ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആൻഡ് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓർ പോസ്റ്റ് ട്രോമാറ്റിക് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. തേയ്മാനത്തിനെ 4 ക്ലാസ് ആയി തരംതിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 നമ്മൾ ശസ്ത്രക്രിയ ഒരിക്കലും സാധാരണയായി നിർദ്ദേശിക്കാറില്ല. ഗ്രേഡ് 4 വരുമ്പോൾ രോഗിക്ക് പ്രധാനമായി എന്താണ് പ്രശ്നങ്ങൾ? അതായത് നിരന്തരമായ കഠിനമായ വേദന അല്ലെങ്കിൽ ഡിഫോമിറ്റി. അതായത് പലരും നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ കാണാറുണ്ട് ഒരു റാ ഷേപ്പിലുള്ള നീ, അതല്ലെങ്കിൽ 2 കാലും 2 ഡയറക്ഷനിൽ, അല്ലെങ്കിൽ വിൻസ്വെപ്റ്റ് ഡിഫോമിറ്റി എന്ന് പറയുന്ന ഒരു കാല് ഉള്ളിലോട്ടും ഒരു കാല് മറുപുറത്തോട്ടും ബെൻഡായി പോകുന്ന തരത്തിലുള്ള ഡിഫോമിറ്റി. ഈ തരത്തിലുള്ള ഡിഫോമിറ്റികളിൽ കഠിനമായ നിരന്തരമായ വേദന, അതായത് അവരുടെ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് പോലും ശരിയായ രീതിയിൽ പാലിക്കാൻ പറ്റാത്തക്ക രീതിയിൽ തേയ്മാനം കാൽമുട്ടിനെ ബാധിക്കുമ്പോൾ, ഗ്രേഡ് 4 ചേഞ്ചസ് എക്സ്റേയിൽ കാണുമ്പോൾ ആണ് പൊതുവെ ഡോക്ടർമാർ ഈ ഒരു ശസ്ത്രക്രിയ നിർദ്ദേശിക്കാറ്. ഒരാളുടെ കാൽമുട്ട് തിരിച്ചെടുക്കാനാവാത്ത വിധം പ്രവർത്തനം നിലയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് കാൽമുട്ട് മാറ്റിവെക്കാൻ നിർദ്ദേശിക്കുന്നത്. മുതിർന്നവരിലും വാർദ്ധക്യത്തോട് അടുക്കുന്നവരിലുമാണ് ഇത്തരം ചികിത്സാമാർഗം കൂടുതലായും നിർദ്ദേശിക്കപ്പെടുന്നത്. മാറി മാറി വരുന്ന ജീവിതശൈലിയും കാൽമുട്ടിന് അമിത സമ്മർദ്ദമുള്ള ജോലിയും ഒരാളെ നീ റീപ്ലേസ്മെന്റിലേക്ക് എത്തിക്കുന്നു. ഒരു 55 വയസ്സിന് ശേഷം ഒരാൾ തൻ്റെ മുട്ടിന് വേദനയുണ്ട്, പെയിൻ ജസ്റ്റ് ബിഗാൻ എന്ന് പറയുമ്പോൾ ഇറ്റ് നോർമലി ഇൻഡിക്കേറ്റ്സ് ബിഗിനിങ്, തുടക്കമാണ് തേയ്മാനത്തിൻ്റെ. ആ സ്റ്റേജിൽ നമ്മൾ നാച്ചുറലി ഒരു എക്സ്റേ എടുക്കുന്നു. എക്സ്റേയിൽ തേയ്മാനത്തിൻ്റെ തുടക്കം കാണപ്പെടുന്നു. മേ ബി ഗ്രേഡ് 1 ഓർ ഗ്രേഡ് 2 ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഈ അവസ്ഥയിൽ പലതരം ചികിത്സാ രീതികൾ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. ഒരു കാർട്ടിലേജിന് എന്ത് ഡാമേജ് സംഭവിച്ചോ അത് സംഭവിച്ചത് തന്നെയാണ്. ഒരു മരുന്നും ടിൽ ഡേറ്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല ദാറ്റ് ഇറ്റ് ക്യാൻ റിവേഴ്സ് ദ കണ്ടീഷൻ ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ബട്ട് ഡെഫിനറ്റ്ലി when it is taken for a period of 3 months, many of the patients are symptomatically better. It is only a symptomatic improvement, but not അവിടെ സംഭവിച്ച തേയ്മാനം ഒരിക്കലും തിരിച്ചു പോയിട്ടില്ല. ഗ്രേഡ് 2 ഓസ്റ്റിയോ ആർത്രൈസിൽ നിന്നും ഗ്രേഡ് 3ലേക്കുള്ള അവരുടെ ഡിസ്റ്റൻസ് ഒരു പക്ഷേ കുറച്ച് നീട്ടിക്കിട്ടാൻ ഇത്തരം മരുന്നുകൾ സഹായിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ ചില യന്ത്രഭാഗങ്ങളോട് സമാനത പുലർത്തുന്ന സവിശേഷ ശരീര അവയവങ്ങളാണ് സൃഷ്ടി നമുക്ക് തന്നിരിക്കുന്നത്. യന്ത്രങ്ങൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ അതിനുള്ളിലെ ചില ഭാഗങ്ങൾ മാറ്റിവെച്ചാലേ അത് നന്നാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നേ വരെ ലോകത്ത് പരീക്ഷിക്കപ്പെട്ട ശസ്ത്രക്രിയാ ചികിത്സാ മാർഗങ്ങളിൽ മികച്ച വിജയശതമാനം ഉള്ള ചികിത്സാരീതിയാണ് നീ റീപ്ലേസ്മെൻറ്റ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് ഒന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ കാർട്ടിലേജ് ഈ അവസ്ഥയിലാണ് നമ്മൾക്ക് കാണാൻ പറ്റുക. ഈ വൈറ്റ് നിറത്തിൽ കാണുന്ന ബോണിനെ, എല്ലിനൊരു ലൈനർ പോലെ അലങ്കരിക്കുന്ന ഈ വൈറ്റിഷ് സബ്സ്റ്റൻസ് ആണ് കാർട്ടിലേജ്. ഈ കാർട്ടിലേജിന് താഴെ കാണുന്ന ഒരു ബുഷ് പോലെ, ഒരു റബ്ബർ ബുഷ് പോലെ ഷോക്ക് അബ്സോർബർ എന്ന പ്രവർത്തനവുമായി നിൽക്കുന്ന ആളെ മെനിസ്കസ് എന്ന് വിളിക്കുന്നു. ഇതിൽ താഴെ വീണ്ടും ഒരു കാർട്ടിലേജ്, താഴെ കാലിൻ്റെ എല്ല്. ഇതാണ് നമ്മുടെ ഒരു മുട്ടിൻ്റെ ഘടന. 2 എല്ലിനെ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ്സിനെയും നിങ്ങൾക്ക് കാണാം. തേയ്മാനം
മുട്ടിനെ ബാധിച്ചു തുടങ്ങുമ്പോൾ, അതായത് ഏർലി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഗ്രേഡ് 1 ഓർ ഗ്രേഡ് 2, ആ മുട്ടിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയാൽ ഇതാണ് ഏകദേശം നമുക്ക് കാണാൻ സാധിക്കുക. അതായത് കാർട്ടിലേജിൽ വിള്ളലുകൾ വരുന്നു, കാർട്ടിലേജിൽ ദർ ഇസ് ഫ്രെയിങ്, സോഫ്റ്റനിങ്, മാത്രമല്ല സം എമൗണ്ട് ഓഫ് ഡാമേജ്. ഇത് സ്ലോലി അഫക്ട്സ് മെനിസ്കസ് ആൻഡ് അതിനും താഴെയുള്ള കാർട്ടിലേജിനെയും അഫക്റ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4, യു ക്യാൻ സീ ദിസ്. ഇതിൽ മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജ് ഹാസ് ബീൻ വോൺ ഔട്ട്. യു ക്യാൻ സീ ദിസ് റെഡ് യെല്ലോ കളറിൽ കാണുന്നത് തേയ്മാനം കാരണം നഷ്ടപ്പെട്ടു പോയ കാർട്ടിലേജും അതോടൊപ്പം എക്സ്പോസ്ഡ് ആയ നിങ്ങളുടെ ഈ ഫീമർ എന്ന ബോണിൻ്റെ എൻഡും, അതുപോലെ തന്നെ അതേ തിന്നിങ് ഔട്ട് നമ്മുടെ മെനിസ്കസിനും അതിന് താഴെയുള്ള കാർട്ടിലേജിനും സംഭവിച്ചിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ആണ് നോർമലി നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. കാൽമുട്ടിലെ വിശേഷപ്പെട്ട ശരീരഭാഗങ്ങൾക്ക് പകരക്കാരനായെത്തുന്ന കൃത്രിമ അവയവങ്ങൾ വേണ്ട വിധത്തിൽ ശരീരഭാഗങ്ങളോട് സമന്വയിപ്പിച്ചു നിർത്തുന്നതിലാണ് ഡോക്ടർ മുഹമ്മദ് ഹാസിൽ വ്യത്യസ്തനാവുന്നത്. ടെക്നോളജി ഉപയോഗിക്കുന്നതിലും പ്രയോഗിക്കുന്നതിലുമുള്ള ഡോക്ടറുടെ വൈഭവം അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഏജ് ഒരിക്കലും ഈ സർജറിക്ക് ഒരു ബാധ്യതയല്ല. ഏത് ഏജിലും ഇറ്റ് ക്യാൻ ബി ഡൺ, ബട്ട് ഓഫ് കോഴ്സ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ many factors. For example, as far as possible, surgery is done as the last option because it's not a pure reconstructive surgery, it's a replacement surgery. കാൽമുട്ട് മാറ്റിവെക്കൽ ചികിത്സ കാൽമുട്ട് മുഴുവനായും മാറ്റിവെക്കപ്പെടുന്നില്ല, മറിച്ച് അതിനുള്ളിലെ ചില തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നത്. മറ്റ് ശരീരഭാഗങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഒന്നും നടക്കാനോ നിൽക്കാനോ തീരെ കഴിയുന്നില്ല. ഇത്തരം ആളുകൾക്കുള്ള വളരെ ഉചിതമായ ചികിത്സാ രീതിയാണ് നീ റീപ്ലേസ്മെൻറ്റ്. ഇറ്റ് ഈസ് ആക്ച്വലി എ റീസർഫസിങ് സർജറി ബിക്കോസ് നമ്മൾ മുട്ടെടുത്ത് മുട്ടല്ല മാറ്റിവെക്കുന്നത്. നമ്മുടെ തുടയലിൻ്റെ അറ്റത്ത് നിലയുറപ്പിച്ചിരുന്ന കാർട്ടിലേജിന് പകരം ഒരു റീസർഫസിങ്, ഒരു മെറ്റാലിക് ലൈനർ വെച്ച് വി ആർ ജസ്റ്റ് റീസർഫസിങ് ഇറ്റ്. To be very frank, it is actually a resurfacing surgery. കാൽമുട്ട് മാറ്റിവെക്കുമ്പോൾ രോഗികളുടെ പ്രായം, മറ്റ് അസുഖങ്ങൾ എന്നിവ കണക്കിലെടുത്ത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ കഴിയുന്നിടത്താണ് ഒരു ചികിത്സകൻ്റെ പ്രധാന വെല്ലുവിളി. ഇവിടെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രോഗിയെ നടത്തിക്കാൻ കഴിയുന്നു. ഇവിടെയാണ് ഡോക്ടർ മുഹമ്മദ് ഹാസിൽ എന്ന പ്രതിഭയുടെ കൈപുണ്യം നിറഞ്ഞ കർമ്മകുശലത പ്രകടമാകുന്നത്. പ്രായോഗികമായ എല്ലാ റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് മാത്രം കൊടുത്തുകൊണ്ട് when a patient is ready for the surgery, കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്നു, എവിടെയും ഒരു ഇൻഫെക്ഷ്യസ് ഫോക്കൈ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. വാട്ട് വി ഡു നോർമലി is we'll have a complete evaluation from head to toe, ENT examination, an ophthalmologic examination, a dental examination, a chest surgeon, a physician, a cardiologist evaluation, and urological evaluation, and in females a gynecological evaluation. എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ഫോക്കായി ക്ലിനിക്കലി ഉണ്ടോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. We also do a blood culture, a urine culture before 5 days in advance to check whether there is any growth, any bacterial flora. If everything is cleared, patient is taken up for the surgery. ഒരാളുടെ ജന്മനാലുള്ള കാൽമുട്ടുകൾക്ക് പകരം കൃത്രിമമായ സന്ധികളിൽ വെച്ച് ചേർക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളിലും പ്രധാനമായും 3 തരത്തിലുള്ള സംശയങ്ങളാണ് കണ്ടുവരുന്നത്. അതിലൊന്ന്, ഒറിജിനലിന് പകരക്കാരനായി എത്തുന്ന കൃത്രിമ ഭാഗങ്ങൾ ഒറിജിനലിനേതുപോലെ പ്രവർത്തിക്കുമോ? 2, ദീർഘനാളത്തേക്ക് നിലനിൽക്കുമോ? 3-മതായി, ഇത് ചെയ്യുന്ന ആൾക്ക് എത്രത്തോളം വൈദഗ്ധ്യം ഈ ചികിത്സാ മാർഗത്തിൽ ഉണ്ട്? തീർച്ചയായും ഡോക്ടർ മുഹമ്മദ് ഹാസിൽ ജർമ്മനി പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് പരിശീലനം ലഭിച്ച ശേഷം ഇന്ന് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ലഭ്യമാക്കിയിടത്താണ്
നീ റീപ്ലേസ്മെൻറ്റ് പരീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ സർജറി ഒരു ഇറ്റ്സ് എൻ ആക്ച്വലി റീസർഫസിങ് സർജറി എന്ന് വിശേഷിപ്പിക്കുന്നു? കാരണം നമ്മുടെ മുട്ടിൻ്റെ ഒരു ഘടന നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ തൊടയലിൻ്റെ അറ്റവും കാൽമുട്ടിൻ്റെ തുടക്കവും ആണ് കാണിക്കുന്നത്. ഇവിടെ വി ഹാഡ് എ ലൈൻ ഓഫ് കാർട്ടിലേജ് വിച്ച് ഹാസ് ബീൻ വോൺ ഔട്ട്. ഇവിടെ ഒരു വി ഹാഡ് എ ലൈൻ ഓഫ് കാർട്ടിലേജ് വിച്ച് ഹാസ് ബീൻ വോൺ ഔട്ട്. ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുന്ന മെനിസ്കസ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ. നമ്മൾ എക്സ്റേ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, രണ്ട് എല്ലുകൾ, തൊടയെല്ലും കാലിൻ്റെ എല്ലും തമ്മിൽ റബ്ബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഈ ഒരു അവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ രോഗികളെ കാണുന്നതും അവർക്ക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നതും. ഇവിടെ ഒറിജിനൽ കാർട്ടിലേജ് നിന്നിരുന്ന സ്ഥലത്ത് നമ്മൾ ഒന്ന് അതിനെ ഷേപ്പ് ചെയ്ത് അവിടെ ഒരു മെറ്റാലിക് ലൈനർ വെച്ച് പിടിപ്പിക്കുന്നു. അതുപോലെ തന്നെ കാലിൻ്റെ എല്ലിൻ്റെ തുടക്കത്തിലും ഒരു മെറ്റാലിക് ലൈനർ വെച്ച് പിടിപ്പിക്കുന്നു. ഇൻ ബിറ്റ്വീൻ എ പ്ലാസ്റ്റിക് ഹൈലി ക്രോസ്ലിംഗ് പോളിയെത്തിലിൻ കൊണ്ട് നിർമ്മിതമായ ഒരു പോളിയെത്തിലിൻ സർഫസ്. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി എ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഈസ്. ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്ന കൃത്രിമ ഭാഗങ്ങൾ ശരീരത്തോട് ഇഴുകിച്ചേരുന്നതിനിടയിൽ നിരവധി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ഇടയുണ്ട്. അതിലൊന്നാണ് ഇൻഫെക്ഷൻ. ഇതിനെ മറികടക്കാൻ പൂർണ്ണമായും നന്നായി സജ്ജീകരിച്ച ലാമിനർ ഫ്ലോർ പോലുള്ള ഫുള്ളി സ്പെഷ്യാലിറ്റി എക്വിപ്ഡ് ആയുള്ള സൗകര്യങ്ങളിൽ മാത്രമാണ് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഇൻഫെക്ഷൻ പോലുള്ള കോംപ്ലിക്കേഷൻസ് പരമാവധി കുറയ്ക്കാം എന്ന് ഡോക്ടർ പറയുന്നു. എ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഷുഡ് ബി ക്യാരിഡ് ഔട്ട് in a perfectly arranged theatre. You cannot perform a total knee replacement surgery in a ordinary setup. You need to have a laminar flow theatre, HEPA filters wherein you have made sure there is no bacteria which can enter into the theatres. What we normally do to have a double HEPA filters, laminar flow. ലാമിനർ ഫ്ലോർ തിയേറ്റർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ സാധ്യതയുള്ള ഓപ്പറേഷൻ തിയേറ്ററാണ്. സന്ധി മാറ്റിവെക്കലിന് ഇത്തരത്തിൽ സ്ഥലവും ഉപകരണവും മാത്രമല്ല, അവിടെയുള്ള വായു കൂടി ശുദ്ധീകരിച്ച് നിലനിർത്തുമ്പോഴേ ഇൻഫെക്ഷനുള്ള സാധ്യത 100% വരെ കുറഞ്ഞതായി കാണുന്നത്. ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി എന്ന ഈ കാൽമുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ സക്സസ് പെർസെൻറ്റേജ് ഈസ് മോർ ദാൻ 82%. 82% ആളുകളും തീർച്ചയായും ഈ സർജറിക്ക് ശേഷം വളരെയധികം ഹാപ്പിയാണ്. ദേ ഫീൽ ദാറ്റ് ദേ ആർ ബാക്ക് ടു ദെയർ നോർമൽ ആക്ടിവിറ്റീസ്. ദേ ഫീൽ ദാറ്റ് ദേ ഹാവ് എ പെയിൻലെസ് നീ. അവരുടെ ദിനചര്യകളെ ബാധിക്കാത്ത രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള കംഫേർട്സും അവർക്ക് തിരികെ ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഈ സർജറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാലം എത്രയെത്ര മാറിയാലും കാൽമുട്ട് മാറ്റിവെക്കൽ ചികിത്സാ രീതിക്ക് ഇന്ന് പ്രചാരം ഏറി വരികയാണ്. കാരണം ശോഷിച്ചവ അല്ലെങ്കിൽ തകരാറിലായവ മാറ്റിവെക്കുകയേ നിവൃത്തിയുള്ളൂ. കാൽമുട്ടുകളിലെ സങ്കീർണമായ ഭാഗങ്ങൾ ഒരിക്കൽ കേടുപാടുകൾ വന്നാൽ ശരീരം അത് പുനർനിർമ്മിക്കുന്നില്ല. അവയ്ക്ക് മാറ്റിവെക്കൽ മാത്രമാണ് ഏക പരിഹാരം. ടൈൽസിൻ്റെ പുതിയ ചികിത്സാ രീതികളെക്കുറിച്ചുള്ള പട്ടിക എങ്ങനെ നീളുന്നു? നിങ്ങളുടെ വിദഗ്ധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. tights@yahoo.com. ടൈറ്റ്സ് ചികിത്സാ രംഗത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ചികിത്സാ രീതികളുമായി ദി ആർട്ട് ഓഫ് ഇന്നോവേറ്റീവ് ട്രീറ്റ്മെന്റ്സ്. Sunday at 5:30 PM. See you next time, next week. Goodbye.